New Industrial Policy of 1991. 1991 പുതിയ വ്യവസായിക നയം. The new industrial policy of the government under the Prime Ministership of P.V. Narasimha Rao was announced in July 24, 1991. 1991 ജൂലൈ 24 ഇന്ത്യയുടെ പുതിയ വ്യവസായിക നയം പ്രഖ്യാപിച്ചത്. അന്ന് പ്രൈം മിനിസ്റ്റർ P.V. Narasimha Rao ആണ്. Let us find out what are the major objectives of the new industrial policy. ഈ പുതിയ വ്യവസായ നയത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? First one, to build up the economy on the gains already made. മുമ്പ് നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങൾക്ക് അനുസരിച്ച് തന്നെ നമ്മുടെ രാജ്യത്തെ കെട്ടിപ്പടുക്കുക. To correct the weakness of the existing system. നിലവിലുള്ള വ്യവസ്ഥയുടെ രീതികളുടെ പോരായ്മകളെ മറികടക്കുക. To maintain a sustained growth in productivity and gainful employment. ഉൽപാദനക്ഷമതയിലും തൊഴിൽ നൽകുന്നതിലും ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു നിലനിൽപ്പ് ഉറപ്പുവരുത്തുക. To attain international competitiveness. അന്തർദേശീയ മത്സരക്ഷമത കൈവരിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പുതിയ വ്യവസായിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ. Now let us find out what are the main highlights of the new industry policy. ഈ പുതിയ വ്യവസായ നയത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. First one is industrial licensing. The new industrial policy statement abolishes forthwith licensing system for all industries except 18 sector, which need a regulation because of security and strategic concerns, social reasons, chemical hazards and environmental protection. All registration schemes were abolished. വ്യവസായത്തിലെ ഒരു പ്രധാനപ്പെട്ടത് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് സിസ്റ്റം എടുത്തു കളഞ്ഞതാണ്, വേണ്ടെന്ന് വെച്ചു. 18 പ്രധാനപ്പെട്ട സെക്ടർ ഒഴികെ പിന്നീട് 15 കുറയ്ക്കുകയുണ്ടായി. പിന്നീട് അത് നമ്മുടെ തന്ത്രപ്രധാനമായ ഒരു മേഖലയിലും സാമൂഹിക കാരണങ്ങളാലും പരിസ്ഥിതി സംരക്ഷണവും ഒക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ പറയുന്ന 18 സെക്ടർ പിന്നീട് 15 കുറച്ചു. ഒഴികെ ബാക്കി ഒന്നിനും ആവശ്യമില്ല, ലൈസൻസിങ്ങിന് ആവശ്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. കാരണം എന്താണ്? അതിലൂടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംബന്ധിച്ച് തടസ്സമില്ലാതെ വ്യവസായം തുടങ്ങാനുള്ള സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായി എന്നതാണ്. രണ്ടാമത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആണ്. The new policy has liberalized the attitude of the government to foreign capital. Under the new industrial policy, the government has decided to allow 51% of equity holding in large industrial enterprises started in this country by foreign investors. This provision is intended to encourage inflow of foreign capital on the one hand and a transfer of technology from advanced countries on the other hand. അപ്പോൾ നമ്മൾ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യമായ മാറ്റങ്ങളാണ്. വിദേശ മൂലധനത്തോടുള്ള ഗവൺമെന്റ് നയങ്ങളിൽ അല്ലെങ്കിൽ മനോഭാവത്തിൽ കാര്യമായ മാറ്റങ്ങളുണ്ടായി, അല്ലെങ്കിൽ ഉദാര മനോഭാവം സ്വീകരിക്കപ്പെട്ടു. അപ്പൊ പുതിയ വ്യവസായിക നയത്തില് വിദേശികൾ ഇവിടെ തുടങ്ങുന്ന കമ്പനികളിൽ 51% ഷെയറുകൾ അല്ലെങ്കിൽ ഇക്വിറ്റികളും അവർക്ക് കൈവശപ്പെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. അപ്പൊ അതിലൂടെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടായി. ഒന്ന്, നമുക്ക് ആവശ്യത്തിനുള്ള ഫോറിൻ ക്യാപിറ്റൽ വിദേശ മൂലം നമുക്ക് ലഭിക്കുന്നു. രണ്ടാമത് അവിടെ നിന്നുള്ള വിദേശത്തു നിന്നുള്ള അഡ്വാൻസ്ഡ് ആയ ടെക്നോളജി നമുക്ക് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. സാങ്കേതിക വിദ്യയും മൂലധനം ഒരുപോലെ ലഭിക്കുന്ന ഒരു സാഹചര്യമായി ഉണ്ടായത്. മറ്റൊന്ന് ഫോറിൻ ടെക്നോളജി എഗ്രിമെന്റ് ആണ്. The policy statement liberalizes import of foreign technology. വിദേശ സാങ്കേതിക വിദ്യ ഇറക്കുമതി ചെയ്യുന്നത് വളരെ ഉദാരമാക്കി മാറ്റി എന്നുള്ളതാണ് പുതിയ വ്യവസായ നയത്തിന്റെ പ്രത്യേകത. മറ്റൊന്ന് MRTP ആക്ട് ആണ്. An important change of great importance is introduced in the Working of Monopoly and Restrictive Trade Practices Act. നമ്മുടെ MRTP ആക്ടിൽ കാര്യമായ മാറ്റമുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ലിബറലൈസ് ചെയ്യപ്പെട്ടു എന്നതാണ്.
അപ്പൊ അതിലൂടെ എന്തായി മാറി, പുതിയ സംരംഭരെ സംബന്ധിച്ച് സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി എന്നതാണ്. മറ്റൊന്ന് പബ്ലിക് സെക്ടർ പോളിസി. വിത്ത് റിഗാർഡ് ടു ദ പബ്ലിക് സെക്ടർ, the policy promises to strengthen its role in areas essential for the economy, but warns of risks in industries which are unproductive and inefficient. Even in areas still reserved for the public sector, the private sector may also be invited. The areas retained for the public sector include arms and ammunition, atomic energy, mineral oils, rail transport, mining of coal, minerals, etc. നമ്മുടെ പബ്ലിക് സെക്ടർ പോളിസിയിൽ മാറ്റങ്ങളുണ്ട്. നമ്മുടെ പൊതുമേഖലയെ ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള ഒരു നടപടിയും, അതോടൊപ്പം തന്നെ ഇതാണ് പ്രൊഡക്റ്റീവ് അല്ലാത്ത, ഉൽപാദനക്ഷമമല്ലാത്ത, കാര്യക്ഷമമായി പ്രവർത്തിക്കാത്ത സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടുന്ന ഒരു മനോഭാവവും ഗവൺമെന്റ് ഉണ്ടായി. അതുപോലെ തന്നെ പൊതുമേഖലയ്ക്കായി റിസർവ് ചെയ്യപ്പെട്ട മേഖലകളിൽ സ്വകാര്യ മേഖലയെ അനുവദിക്കുന്ന ഒരു സമീപനം ഗവൺമെന്റ് ഭാഗത്തുണ്ടായി, അല്ലെങ്കിൽ നയമാറ്റം അതിലുണ്ടായി. അപ്പോൾ പ്രധാനമായും തന്ത്രപ്രധാന മേഖലയിലാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലനിർത്തിയത്, പൊതുമേഖലയ്ക്ക് മാത്രമായി മാറ്റിവെച്ചത്. പ്രത്യേകിച്ച് ആംസും കമ്മ്യൂണിക്കേഷൻ, അതുപോലെ അറ്റോമിക് എനർജി, മിനറൽ ഓയിൽ, റെയിൽ ട്രാൻസ്പോർട്ട്, മൈനിങ് ഓഫ് കോള്, മിനറൽസ്, ഇതൊക്കെയാണ് പബ്ലിക് സെക്ടറിന് വേണ്ടി മാറ്റിവെച്ചു. ബാക്കിയുള്ള മേഖലകളൊക്കെ തന്നെ സ്വകാര്യ മേഖലയെ നമ്മൾ ആകർഷിച്ചു സ്വീകരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. നമുക്ക് അതിൻ്റെ ക്രിറ്റിസിസം നോക്കാം, ഈ പുതിയ വ്യവസായ നയത്തിന്റെ പോരായ്മകൾ. The new industrial policy of 1991 makes a complete departure from the Nehruvian model, which represents the national consensus of India's economic policy. അപ്പൊ നമ്മൾ ഇന്നുവരെ തുടർന്ന് വന്ന നമ്മുടെ നെഹ്റുവിയൻ മോഡലിൽ നിന്നുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള വ്യതിചലനമാണ് പുതിയ വ്യവസായ നയത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ ഒരു മൗന അനുവാദവും അല്ലെങ്കിൽ ഒരു സമ്മതവും ഒക്കെ ഉണ്ടായിരുന്നു. ദേശീയ സമ്മതമുണ്ടായിരുന്ന, താല്പര്യമുണ്ടായിരുന്ന ഒരു മേഖലയാണ് നെഹ്റുവിയൻ മോഡൽ. അതിൽ നിന്ന് വ്യതിചലിച്ചു എന്നത് അതിന്റെ പോരായ്മയാണ്. മറ്റൊന്ന്, the Indian economy is thrown open to multinationals which will exploit our national resources to their own benefit and thereby impoverish rather than enrich the country. അപ്പൊ വിദേശ മൂലധനം ക്രമാതീതമായി സ്വീകരിക്കുമ്പോൾ വിദേശത്ത് നിന്ന് വലിയ കുത്തകകൾ, അന്താരാഷ്ട്ര കുത്തകകൾ, അന്തർദേശീയ കുത്തകകൾ ഇവിടെ വരാനും നമ്മുടെ രാജ്യത്തെ സമ്പത്ത് ചൂഷണം ചെയ്യാനും കൊള്ളയടിക്കാനും അതുവഴി നമ്മുടെ രാജ്യത്തെ പട്ടിണിയിലേക്ക് തള്ളിവിടുവാനും ഇത് കാരണമാകും. മറ്റൊന്ന്, the policies are being dictated by the World Bank and the IMF, and we have to swallow the humiliating conditionalities laid down by the international financial institutions for the sake of getting loan from them to overcome our current financial difficulties. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന്റെ നടപ്പുകാല ധനകാര്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് അന്തർദേശീയ ധനകാര്യ സംഘടനകളെ സമീപിക്കേണ്ടി വരും. വേൾഡ് ബാങ്ക് പോലെ, IMF പോലെയുള്ള. അപ്പൊ അവർ അടിച്ചേൽപ്പിക്കുന്ന എല്ലാ കണ്ടീഷൻസും അതെല്ലാം നമ്മൾ കണ്ണടച്ച് വിഴുങ്ങേണ്ട ഒരു അവസ്ഥയാണ്. അവർ പറയുന്നതൊക്കെയാണോ അതെല്ലാം നമ്മൾ വഴങ്ങി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ അന്തർദേശീയ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ നടുവും മടക്കി നിൽക്കുന്ന, മുട്ടുമടക്കി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ തള്ളിവിട്ടു എന്നതാണ്. മറ്റൊന്ന്, in the name of promoting competition and improving productivity of Indian industry, doors are being opened to monopoly houses, both national and international. നമ്മുടെ രാജ്യത്തെ വ്യാവസായിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, രാജ്യത്തെ വ്യവസായങ്ങളുടെ മത്സരക്ഷമത കൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പുതിയ വ്യവസായ നയം അനൗൺസ് ചെയ്തതെങ്കിൽ പോലും അതോടൊപ്പം തന്നെ രാജ്യത്തുള്ളതും അന്തർദേശീയ തലത്തിലുള്ളതുമായ പല കുത്തകകൾക്കും നമ്മുടെ രാജ്യം തുറന്നു കൊടുക്കുകയും അതുവഴി കുത്തകളുടെ നിയന്ത്രണത്തിലേക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതാണ് 91-ലെ ഇൻഡസ്ട്രി പോളിസി ചില വീക്ക്നെസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു.